പപ്പേട്ടാ പപ്പേട്ടൻ രാവിലെ തന്നെ വലിയ അധ്വാനമാണല്ലോ. എന്റെ വലിയ പരമ്പരാവൻ അമ്മൂട്ടിയമ്മേ, നെയ്യ് അനങ്ങാതെ ജീവിക്കാൻ പറ്റുമോ? വെറുതെ ആളെ കളിയാക്കാതെ പപ്പേട്ടാ. രാവിലെ പാടത്തിറങ്ങി ചേറില് കൈമുക്കി നിപ്പാണ് എന്നെ കാണിക്കാൻ. ഒന്ന് പോടി പെണ്ണേ. ഞാൻ ഈ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് പാടുപെടുന്ന ആർക്ക് വേണ്ടിട്ടാ? ആർക്ക് വേണ്ടിട്ടാ? എന്റെ അമ്മുക്കുട്ടിക്ക് വേണ്ടിട്ട്. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഡസൻ പിള്ളേർക്ക് വേണ്ടിട്ട്. അയ്യ ഇപ്പോഴേ വല്ലതും സമ്പാദിച്ചാലേ പറ്റൂ. തറവാട്ട് സ്വത്ത് മുഴുവൻ നിന്റെ അച്ഛൻ അമ്മക്കി വെച്ചിരിക്കല്ലേ? വെറുതെ അച്ഛനെ പിണക്കണ്ട കേട്ടോ. പഞ്ചായത്തിലെ വഴക്കിനൊക്കെ പപ്പേട്ടന് കൂട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നേ. ഓ അത്രേ ഉള്ളൂ. നീ നോക്കിക്കൂടെ അമ്മു. അമ്മാവനെ ഞങ്ങൾ എല്ലാരും കൂടി ആ കസേരയിൽ നിന്ന് ഉന്തി മറിച്ച് താഴെ ഇടും. അസലായി. ഇപ്പൊ തന്നെ അച്ഛൻ ആകെ ചൂടായിരിക്കുക. പെരുമ്പിലാവ് ഉണ്ണിക്കണ്ണൻ നായരുടെ പോക്കനങ്കേട് അവസാനിപ്പിക്കുക. പഞ്ചായത്തുണ്ണി രാജിവെക്കുക. ഉണ്ണിക്കണ്ണ മൂരാച്ചി രാജിവെച്ച് പുറത്തു പോവുക. പഠിച്ചു കഴിഞ്ഞു സാർ. നല്ല ചായ ചിലരൊക്കെ നന്നായിരിക്കും. എഴുതി വെച്ച എല്ലോ അടിക്കണമെന്ന് പറയാനും സാർ. എല്ലോ ഒക്കെ പിന്നടിക്കാം. അതിനു മുമ്പ് ഇതൊക്കെ വലിച്ചു കയറി ദൂരക്കളാ. സാറേ ആ ബാങ്ക് തന്നെ ഞാൻ സാറന്ന് കയറി പോട്ടെ. അമ്മോ എവിടെ പോയിട്ട് പരിപാടി? അമ്പലത്തിൽ നിന്ന് വരും വഴിയാ. നീയോ ശാന്തി കഴിഞ്ഞ് വരികയായിരിക്കും. ഇവിടെ പുറകെ വായു നോക്കി നടന്നോളാമെന്ന് നീ എവിടെയെങ്കിലും വല്ല വഴിപാട് നേർന്നിട്ടുണ്ടോ? അച്ഛാ ഞാൻ അതെന്താ നീ നേർന്നിട്ടുണ്ടോ? ഞാൻ പോരുന്ന വഴിക്ക് ഇവൻ പുറകെ പോന്നു അല്ലേ? നിനക്ക് നാണിക്കാൻ അറിയാതെ പോയല്ലോടാ പപ്പ. ചുമ്മാ ഒരു വാരി മണത്ത് മണത്ത് മണത്ത്. അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല. പപ്പേട്ടാ നീ മിണ്ടരുത്. ഓടി വീട്ടില്. രാത്രി മുഴുവൻ എനിക്കെതിരായിട്ട് പോക്കിത്തരം എഴുതി പറ്റിക്കല്, പകല് മുഴുവൻ എന്റെ നോക്ക കമ്പടി സേവിക്കല്. ഏട്ടന് ദേഷ്യം വരാൻ ഇത്തിരിയൊക്കെ മതി. ഏട്ടന്റെ സ്വഭാവം നിനക്കറിയാത്തല്ലോ പപ്പ. അമ്മാവനായി പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ കുരുത്തക്കേട് പറയാതറാ. നീ എന്തിനാ കൂട്ടും കൂടി ഏട്ടനെ കുറ്റവും പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുന്നത്? ഈ പപ്പേട്ടനെ കൊഞ്ചിച്ച് കൊഞ്ചിച്ച് ഇത്രയും വഷളാക്കുന്ന അമ്മേനെയാ. പെണ്ണതെ ചവിട്ടി ഞാൻ. മൂക്കത്ത ചെക്കന്റെ ദേഷ്യം കൊടുത്തു വെച്ച പോലെ അച്ഛന്റെ വാശിയും വഴക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അത് കൊള്ളാമല്ലോടി. അവൻ എന്റെ മോന്റെ സ്വഭാവമല്ലാതെ അയലത്തെ നമ്പ്യാരുടെ സ്വഭാവമാണോ കിട്ടുന്നത്? നിന്റെ ചേട്ടൻ ആരാ? ദിവാംബേദ്കരോ? ചേരപ്പൻ? തന്തയോടായാലും ശരി, തന്തയില്ലാത്തരം പറഞ്ഞ മുഖത്ത് നോക്കി കാര്യം പറയണം. അതാണ് തറവാട്ടുകാരുടെ മഹിമ. അയ്യടാ നല്ല ഉപദേശം. ചുമ്മാതല്ല മുത്തശ്ശി പെണങ്ങി പോയി മോളുടെ കൂടെ താമസിക്കുന്നേ. മോളെ പോയി കഞ്ഞോളം അവളുടെ അമ്മൂമ്മയുടെ മുത്തശ്ശി. അവിടെ തന്നെ ചവിട്ടി കീറി കുഴിച്ചുകൂടാൻ എനിക്ക് തോന്നിയത് ഇക്കാരി. എന്റെ ആമർന്നവനായതുകൊണ്ട് ഞാൻ മോസ്തുതി പറയില്ല. അങ്ങേര് ഒറ്റ ഒരുത്തനെ ആ കുരുത്തം കിട്ടവന് വളം വെച്ച് കൊടുക്കണം. മോങ്ങണ്ട വെറുതെ അടിക്കാം. എന്തെങ്കിലും കാര്യം പറയുമ്പോ വളവളാന്ന് അങ്ങ് മൂങ്ങിക്കോളും. കടിയും ചിരിയായിട്ട് നടന്നപ്പോഴേ കുന്തവ ഞാൻ പറഞ്ഞതാ. കണ്ടില്ല പോട്ടടി. നീ ഇച്ചിരി കഞ്ഞിങ്ങോട്ട് വിളമ്പ്. അമ്പടി നിനക്കെന്നെ കണ്ടുകൂടാതായോടി കുഞ്ഞിലക്ഷ്മി. 10-40 വർഷം എൻ്റെ കൂടെ കഴിഞ്ഞവളല്ലയോ നീ? ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോ എൻ്റെ ഭഗവതി? കുഞ്ഞുലക്ഷ്മി ഒരായുസ് മുഴുവൻ നിന്നെ നോക്കിയിരുന്നാലും മതിയാവില്ലെന്ന് പറഞ്ഞ മനുഷ്യനാ. ഇനിയിപ്പോ എന്തിനായി കിളവിയെ? എന്നാൽ അങ്ങേ 2 കുഞ്ഞുങ്ങളെ പെറ്റതല്ലേ ഞാൻ. വയസ്സുകാലത്ത് എനിക്ക് ഇത്തിരി വെള്ളം അനത്തി തരാൻ ആരെങ്കിലും ഉണ്ടോന്ന് നിനക്ക് വല്ല വിചാരവും ഉണ്ടോടി? ഞാനുള്ളപ്പോ ഒന്നിന്റെയും കുറവറിയാത്ത മനുഷ്യൻ. ബലാകുൽസ്യാതെയൊക്കെ തെറ്റാതെ തേക്കനുണ്ടാവും. ദീർഘായുസ് കൊടുക്കണേ ഭഗവതി. കുഞ്ഞനായരെ ഒരു ചായ എടുത്തേ. ഞാൻ എടുക്കുന്നു.
ഈ അവിശ്വാസം കൊണ്ട് വല്ല ഗുണവും ഉണ്ടോ നാണപ്പാ? എനിക്കിത് കേൾക്കുമ്പോഴാ ഒരു കോത്താഴത്തേറെ ചോദ്യം ചോദിക്കരുത്. വരുന്ന തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ ഉണ്ണാക്കന്റെ തൊപ്പി ഞങ്ങൾ ഏർപ്പിക്കും. പിന്നെ ഈ ഇരിക്കുന്ന ഉൽപ്പലാക്ഷ പോക്കനംകോടിന്റെ പ്രസിഡന്റ്. ഈ നാടിന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. ഇവിടെ ഒരു പാൽ വിതരണ സൊസൈറ്റി ഉണ്ടാക്കുന്നു. ഞാൻ അതിന്റെ സെക്രട്ടറി ആവുന്നു. എന്ത് പറഞ്ഞാലും സൊസൈറ്റി ഭരണം മാറിയാ പിന്നെ ആദ്യം ഈ നാണപ്പനും ഉൽപ്പലാക്ഷനും കൂടി ഇവിടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം സ്ഥാപിക്കും. പോലീസ് എന്താ നാണപ്പാ പഞ്ചായത്ത് കലങ്ങി പറയുമോ? കലക്കി മറിക്കും. ഞങ്ങളുടെ ഭരണം വന്നാ നിങ്ങൾക്ക് പ്രൊമോഷനാ. 8 പോസ്റ്റ് ഡ്യൂട്ടി ആണെങ്കിലും പാന്റ് ഒക്കെ തരും. എങ്ങനെ ഭരണം കൈവരുമെന്നാ പറയാം. ഭരണകക്ഷിയിലെ ഒരു ശക്തനാ ഇപ്പൊ ഞങ്ങളുടെ കൂടി നീ പുട്ടടിച്ചോണ്ടിരിക്കുന്നത്. ശരിക്ക് തിന്ന്. ഇതുപോലെ കക്ഷികൾ ഇനിയും വേറെ ഉണ്ട് പുട്ടടിക്കാൻ. തിങ്കളാഴ്ചക്കകം മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഭരണം ഞങ്ങളെ കയ്യിലിരിക്കും. എന്നാ ഉൽപ്പലാക്ഷനെ പറ്റിൽ 2 ചായ എടുത്തോ കുഞ്ഞനായരെ. ഈ 2 മുട്ടുകൂടി എടുത്തോ? ആ ഒന്ന് മധുരം കുറച്ച്. കൊട് കൊട് തിന്ന് കൊഴുക്കട്ടെ. എന്തായാലും ആ നാണപ്പൻ ചെയ്ത് അതിക്രമമായി. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വനിതാ മെമ്പർ അടക്കം 6 പേരെ അവൻ ചാക്കി കയറ്റിയിരിക്കുന്നത്. ആ വനിതാ മെമ്പറെ എങ്കിലും നമുക്ക് ഇങ്ങോട്ട് പിടിച്ചുകൂടായിരുന്നു കുറുപ്പേ. അതിനെ അവർ നിന്ന് തരണ്ടേ? നമ്മൾ ചാക്ക നിവർത്തുന്നതിന് മുമ്പ് അവര് കൂറുമാറി. സാരി മാറുന്ന പോലാണല്ലോ കുറുപ്പേ അവള് കൂറുമാറുന്നത്. ഇനിയിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? അവിശ്വാസം വന്നാൽ നമ്മൾ തെറിക്കും. ഇല്ല, ഞാനത് സമ്മതിക്കല. അയ്യോ എന്ന് പറഞ്ഞാ പറ്റൂ? പറ്റണം. ഞാൻ തെറിച്ചാ താനും തെറിക്കും. താൻ കട്ട് നിന്നതിന്റെ കണക്കൊക്കെ അവന്മാര് കുത്തിപ്പൊക്കും. അയ്യോ എന്താ അയ്യോ? ഇവിടെ കിടന്ന് നിലവിളിച്ചുകൊണ്ട് കാര്യമായോ? വകുപ്പ് മന്ത്രിക്ക് കാശ് കൊടുത്തിട്ടായാലും വേണ്ടുകയല്ല. എവിടുന്നേലും തിങ്കളാഴ്ചക്ക് മുമ്പ് മൃഗ ഡോക്ടറെ ഇവിടെ എത്തിക്കണം. പറഞ്ഞപ്പോ എളുപ്പം തീർന്നു. പക്ഷെ ഇതിനൊക്കെയുള്ള പണച്ചിലവാരി വഹിക്കും. പഞ്ചായത്തിൽ നിന്ന് വഹിച്ചൊന്നും മിച്ചമില്ലേ കയ്യിലെ? പണം എത്ര വേണേലും മുടക്കാം. പഞ്ചായത്തിലുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന്. താൻ ഇന്ന് തന്നെ പുറപ്പെടണം. ഇന്ന് തന്നെ പോണം. കുറുപ്പേ, മരിക്കുമ്പോഴും എനിക്ക് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് തന്നെ മരിക്കണം. അതെന്റെ ഒരു വാശിയാ. അത് മുടക്കരുത്. അവിശ്വാസം വരുന്നതിന് മുമ്പ് മൃഗ ഡോക്ടർ ഇവിടെ എത്തണം. എന്നെ തോപ്പിക്കരുത് കുറുപ്പേ. ഏതവനടാ ഈ കളിയാക്കുന്നത്? പഞ്ചറായല്ലോ. ഇപ്പൊ 3 പ്രാവശ്യമല്ലേ ഞാൻ പഞ്ചർ ഒട്ടിക്കണത്. കുറുപ്പ് സാറോ? അയ്യോ അയ്യോ ഞാൻ ഓഫീസിൽ പോണ്ടതാ. എന്നതാ കാണിച്ചേ? എന്താ ഭൈരവ, ഓർമ്മയുണ്ടോ? പിന്നെ സാർ എങ്ങനെ ഇവിടെ എത്തി? തന്നെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. 2-3 പ്രാവശ്യം ഞാൻ ഇതിലെ പോയതാ. അത് ശരി. ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. സിനിമയ്ക്ക് പോക്കെ കേപ്പ തുടങ്ങി. എന്റെ കുറുപ്പ് സാറേ, ഇന്ന് മോഹൻലാലിന്റെ ഒരു പടം റിലീസായി. നാളെ മമ്മൂട്ടി പടം റിലീസ് ഉണ്ട്. മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ അത്രക്ക് ഇഷ്ടം? അയ്യടാ, അവരെ ഇഷ്ടപ്പെടാൻ അവരെന്താ എന്റെ അളിയന്മാരാ? എന്റെ കുറുപ്പ് സാറേ, റിലീസിംഗ് ഡേറ്റില ഈ തിയേറ്ററിൽ നിന്ന് 2 സൈക്കിൾ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന കുട്ടന്മാരാണ് ഇവരൊക്കെ. ഈ പമ്പ് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാ. വന്ന കാര്യം പറ. ഞാൻ നിനക്കൊരു പുതിയ ജീവിതമായിട്ട് വന്നിരിക്കേണ്ട ഭൈരവ. പുതിയ ജീവിത ഇതിനകത്താ? ഏയ് നോക്കട്ടെ. അതൊന്നുമല്ല. അതല്ല, ഞാൻ വിശദമായി പറഞ്ഞുതരാം. വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ.